ഹായ് ഓൾ, വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പ്. ഒരിക്കൽ കൂടി ഞാൻ അടുത്തൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയട്രിയുടെ ഫസ്റ്റ് പാർട്ടായിരുന്നു. നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റാൻസ ഫോക്കസ് ചെയ്യുന്ന കാര്യം വൈൽ റൈറ്റിംഗ് പോയട്രി ആണ്. അദ്ദേഹം ആദ്യ ഫസ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹം പോയട്രി എഴുതുന്നതിന് മുമ്പ് അതിലേക്ക് പോയട്രിക്ക് ഇൻസ്പിറേഷൻ ഉള്ള സോഴ്സുകളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അടുത്ത സ്റ്റാൻസയിൽ എങ്ങനെയാണ് പോയം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അവസ്ഥയെ കുറിച്ചാണ് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ലൈൻസ് ഒന്ന് നോക്കാം. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ്, മൈ ഐസ് വർ ബ്ലൈൻഡ് ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ, ഫീവർ ഓഫ് ഫോർഗോട്ടൻ വിങ്സ്, ആൻഡ് ഐ മെയ്ഡ് മൈ ഓൺ വേ decifying that fire. I wrote and I wrote the first faint line, faint without substance, pure nonsense, pure wisdom for someone who knows nothing. And suddenly I saw the heavens unfastened and open, planets, palpitating plantations, shadow, so perforated, riddled with arrows, fire and flowers, and the winking night, the universe. Okay. വൈൽ റൈറ്റിംഗ് പോയട്രി ആണ് സെക്കൻഡ് സ്റ്റാൻസ പറയുന്നത്. അദ്ദേഹം പോയട്രി എഴുതുന്ന സമയത്ത് ഇൻസ്പിറേഷൻ കിട്ടി. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പോയം എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഇപ്പൊ പോയട്രി എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ്, അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് പറയാണ്. ഐ did not know what to say. എനിക്ക് അറിയില്ല എന്താണ് പറയേണ്ടതെന്ന്. മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ്. അദ്ദേഹത്തിന്റെ മൗത്ത് ഇറ്റ് ഈസ് ഷട്ട്, അടഞ്ഞിരിക്കുകയാണ്. ഹാഡ് നോ വേ വിത്ത് നെയിംസ് ആൻഡ് മൈ ഐസ് വർ ബ്ലൈൻഡ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടഞ്ഞുപോയി. അപ്പൊ ആ പോയട്രി എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ പറയാണ്, എനിക്കൊന്നും ശബ്ദിക്കാനില്ല, ഞാനൊന്നും കാണുന്നില്ല. കാരണം ആ ഒരു അവസ്ഥയാണ്. കാരണം പോയട്രി എഴുതുന്ന ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ഫീലിങ്ങിനെയാണ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ. എൻ്റെ സോളിൽ, എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ എൻ്റെ ആത്മാവിൽ എന്തോ സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫീവർ ഓർ ഫോർഗട്ടൺ വിങ്സ്. അത് ഫീവർ ഓർ ഫോർഗട്ടൺ വിങ്സ് ആകാം. എന്താണ്? സോ ഇവിടെ കൃത്യമായിട്ട് ഫീവർ എന്ന് പറയുന്നത് പോയറ്റിക് ഇൻസ്പിറേഷനെയാണ്, ബേണിംഗ് പാഷനെയാണ്. അതുപോലെ തന്നെ ഫോർഗട്ടൺ വിങ്സ് എന്ന് പറയുന്നത് ഹിഡൻ ടാലൻസ് ആൻഡ് നെയിംലെസ് ഇമോഷൻസ് ആണ്. ഈ രണ്ട് കാര്യങ്ങളെയാണ് പോയറ്റ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഒന്ന് ഫീവർ ആണ്. അപ്പൊ ബേണിംഗ്, അത് ഫീവർ നമുക്ക് ചൂടാണല്ലോ, അപ്പൊ ബേണിംഗ് ഇമോഷൻസിനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫോർഗട്ടൺ വിങ്സ് എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ഹിഡൻ ടാലൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ, ഫീവർ ഓർ ഫോർഗട്ടൺ വിങ്സ്, ഐ മെയ്ഡ് മൈ ഓൺ വേ. ഞാന് so in my own way deciphering, getting the meaning ആണ് deciphering എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ deciphering that fire. So I am getting the meaning of that fire. So he started writing the poetry here and his state of mind is entirely changed. അതായത് ഇതിനു മുമ്പുള്ള ആ കണ്ടീഷനിൽ നിന്ന് മുഴുവനായിട്ട് മാറി. അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് പറയാൻ കഴിയുന്നില്ല, കാണാൻ കഴിയുന്നില്ല, എന്തോ എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നു, എൻ്റെ മനസ്സിൽ സംഭവിക്കുന്നു. ഓക്കെ, അത് ഫീവർ ആണോ, ഫോർഗട്ടൺ വിങ്സ് ആണോ? ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഗെറ്റിംഗ് സംതിങ് മീനിങ്. അതായത് എഴുതിയ കാര്യങ്ങൾക്ക് ആ ഫയറിന് ഒരു മീനിങ് കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പോയട്രി. ആൻഡ് ഐ wrote the first faint line, faint without substance, pure nonsense. അപ്പൊ ആദ്യത്തെ ലൈൻ അദ്ദേഹം എഴുതി, ഫസ്റ്റ് ലൈൻ. അപ്പൊ ഇതുവരെ അദ്ദേഹത്തിന് കിട്ടിയ ആ പോയറ്റിക് ഇൻസ്പിറേഷനിൽ നിന്ന് അദ്ദേഹം എഴുതി തുടങ്ങിയ സമയത്ത് അദ്ദേഹം പറയാണ്, ഞാൻ ആദ്യത്തെ ഫെയിൻ്റായ, മങ്ങിയ, പ്രകാശമില്ലാത്ത ആദ്യത്തെ ലൈൻ ഞാൻ എഴുതി. ആൻഡ് ദാറ്റ് ഈസ് ഫെയിന്റ് വിത്തൗട്ട് സബ്സ്റ്റാൻസ്. അതിന് പ്യോപ്പറായ ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്യുവർ നോൺസെൻസ്, ദാറ്റ് ഈസ് അറ്റർ നോൺസെൻസ് ആണ്. കാരണം ആദ്യമായി എഴുതിയ ലൈൻ എന്ന് പറയുന്നതിൽ കുറേയധികം മാറ്റങ്ങൾ വന്നേക്കാം പിന്നീട്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അറ്റർ നോൺസെൻസ് ആകാം, അല്ലെങ്കിൽ പ്യുവർ വിസ്ഡം ആകാം അത്. പ്യുവർ വിസ്ഡം, ജ്ഞാനമാകാം അത്. അപ്പൊ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. ഞാൻ എഴുതിയ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് പെയിന്റ് ലൈൻ ആണെന്ന് അദ്ദേഹം പറയുന്നു.
ഇത് നോൺസെൻസ് ആകാം, വിസ്ഡം ആകാം. ഓർ someone who knows nothing. എന്താണ് ഇതിനെക്കുറിച്ച്, പോയട്രീനെ കുറിച്ച് ഒരു ധാരണയും ഒരു വിവരവും ഇല്ലാത്ത ഞാൻ എഴുതിയ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അട്ടർ നോൺസെൻസ് ആകാം, അല്ലെങ്കിൽ അത് പ്യൂർ വിസ്ഡം ആകാം. And suddenly I saw the heavens unfastened and opened. Okay. അപ്പൊ ഇവിടെ ശരിക്കും അദ്ദേഹം പറയാണ്, പെട്ടെന്ന് ഞാൻ ഇത് എഴുതി തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ കണ്ടു സ്വർഗം എൻ്റെ മുമ്പിൽ തുറക്കുന്നതായിട്ട് എനിക്ക് കണ്ടു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പോയട്രിനെ കുറിച്ച് പറയുന്ന സമയത്ത് സോ ദാറ്റ് ഈസ് എന്ന് വിസ്ഡമാണ്, അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. മനസ്സിലായോ? അപ്പൊ പോയട്രി എന്ന് പറയുന്ന, അതുകൊണ്ടാണ് ദാറ്റ് അൺഫാസ്റ്റൻഡ് ദ ഹെവൻ എന്ന് പറയാൻ കാരണം. ഓപ്പൺ, അതിലെന്തൊക്കെ കണ്ടു? പ്ലാനറ്റ്സിനെ മുഴുവനായിട്ടും കണ്ടു. അത് അദ്ദേഹത്തിന്റെ പോയറ്റിക് ഇൻസ്പിറേഷനിലേക്ക് വരുന്നതാണ്. പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻ, പാൽപിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൂവിങ് ഓർ ഷേക്കിംഗ്. ഓക്കെ, പ്ലാന്റേഷൻസുകൾ കണ്ടു. ഷാഡോ പെർഫോറേറ്റഡ് മീൻസ് എന്താ? എ സീരീസ് സ്മോൾ ഹോൾസ് ആണ്. അവിടെ എന്താണ്? ഹോൾസുകൾ നിറഞ്ഞ ഷാഡോസ് എന്ന് പറഞ്ഞാൽ ഡാർക്ക്നെസ് ആണ്. ഈ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ഏരിയാസിനെ കുറിച്ചാണ് പറയുന്നത്. റിഡിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൺഫ്യൂസിങ്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ അലൂഷൻ ഓഫ് കൊളോണിയലിസം ആണ്. കൊളോണിയലിസത്തിനെ കുറിച്ചാണ് പറയുന്നത്, കോളനിവൽക്കരണത്തെ കുറിച്ചാണ് പറയുന്നത്, മറ്റ് ജനതകളെ അടിമകളായി ഭരിക്കുന്ന ആ രീതിയെ കുറിച്ചാണ് പോയിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, റിഡിൽഡ്, അലൂഷൻ ഓഫ് കൊളോണിയലിസം ആണ്. വിത്ത് ആരോസ്, ഓക്കെ, ഫയർ. പിന്നെ ഈ കോളനിവൽക്കരണം കാര്യങ്ങൾക്ക് എതിരായിട്ട് അവിടുത്തെ ആൾക്കാർ ഇതിനെ പ്രതികരിച്ചു, പ്രൊട്ടസ്റ്റുകൾ നടന്നു, വയലൻസ് നടന്നു. അപ്പൊ വിത്ത് ആരോസ്, ഫയർ, അപ്പൊ വയലൻസ്, പ്രൊട്ടസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ഫ്ലവേഴ്സ്, ദ വിൻഡിങ് നൈറ്റ്, ദ യൂണിവേഴ്സ്. ഓക്കെ, അത് വിൻഡിങ് നൈറ്റുകളാകാം, യൂണിവേഴ്സ് ആകാം. അപ്പൊ അദ്ദേഹം പറയണം സ്വർഗം തന്റെ മുമ്പിൽ തുറക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോ തനിക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ചകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ സ്വർഗം തന്റെ മുമ്പിൽ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോയട്രി തന്നിലേക്ക് വന്നു. പോയട്രി ആണ് തന്റെ മുമ്പിൽ തുറക്കപ്പെട്ടത്. അപ്പൊ പോയറ്റ് എഴുതിയ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്തിനെ കുറിച്ചൊക്കെ എഴുതി? പ്ലാന്റ്സിനെ കുറിച്ച് എഴുതി, പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻസിനെ കുറിച്ച് എഴുതി, ഷാഡോസിനെ കുറിച്ച് എഴുതി, പിന്നെ റിഡിൽഡ് ആയ ആക്ഷൻസിനെ കുറിച്ച് എഴുതി, പിന്നെ വയലന്റ് പ്രൊട്ടസ്റ്റുകള്, കോളനിവൽക്കരണങ്ങളെ കുറിച്ച്, ഫ്ലവേഴ്സിനെ കുറിച്ച്, ഫ്ലവേഴ്സ്, പിന്നെ വിൻഡിങ് നൈറ്റ്, ഹോൾ യൂണിവേഴ്സ്. അപ്പൊ ഓരോ കാര്യങ്ങളെ കുറിച്ചും പോയറ്റിന് എഴുതാനുള്ള വലിയൊരു ഇൻസ്പിറേഷൻ ഇവിടെ കിട്ടി. ആൻഡ് ഹി റൈറ്റിംഗ് അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പൊ പോയട്രി എന്ന് പറയുന്ന ആ ദേവത തന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മ്യൂസ് കെയിംസ്. മ്യൂസ് അതായത് ഗ്രീക്ക് ഇതിനനുസരിച്ച് മ്യൂസ് ആണ് പോയറ്റിന്റെ ഗോഡസ് എന്ന് പറയുന്നത്. ആ മ്യൂസ് തന്നിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ചകൾ, താൻ എഴുതിയ വിവരങ്ങൾ കൃത്യമായിട്ട് പോയറ്റ് ഇവിടെ പറഞ്ഞു വെക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. By the arrival of poetry, he came speechless and his eyes were blind. Okay, അപ്പൊ തന്നിലേക്ക് പോയട്രി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്പീച്ച്ലെസ് ആയി. There is no words and his eyes were blind. And something started in his soul. അദ്ദേഹത്തിന്റെ മനസ്സിൽ, സോളിൽ എന്തോ ഒരു മാറ്റം വന്നു. ഫീവർ, എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പോയറ്റിക് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ബേണിംഗ് പാഷനെ കുറിച്ചാണ് പറയുന്നത്. Forgotten wings, hidden talents ആണ്, nameless emotions ആണ്. He was so inspired that he composed his first feeble and faint lines without much confidence. Okay, അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലൈൻ എഴുതി വലിയ കോൺഫിഡൻസ് ഇല്ലാതെ, അത് ഡെസിഫയറിംഗ് ഫയർ ആണെന്ന് പറഞ്ഞു. And what he wrote may be utter nonsense. As a beginner, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം എഴുതിയ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അട്ടർ നോൺസെൻസ് ആകാം. ഓക്കെ, അത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ആൻഡ് ഹൂ നോസ് നത്തിങ്, അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഓർ പ്യുവർ വിസ്ഡം bestowed by poetic inspiration. ചിലപ്പോൾ എനിക്ക് പോയറ്റിക് ഇൻസ്പിറേഷൻ കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യം ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. ആ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പ്യുവർ വിസ്ഡം ആയിരിക്കാം എന്ന് പറഞ്ഞു. അപ്പം അട്ടർ നോൺസെൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് അട്ടർ വിസ്ഡം ആയിരിക്കാം എന്ന് പറഞ്ഞു. Anyhow, when he started composing verses, the heaven opened up in front of him. അപ്പോൾ അദ്ദേഹം പോയട്രി എഴുതാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സ്വർഗം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടു. സ്വർഗം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്താണ്?
in front of him and he could see everything from the planets to plantation. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ കാണാൻ പറ്റി? പ്ലാനറ്റ്സ് കണ്ടു, ടു പ്ലാന്റേഷൻ, ഷാഡോസ് കണ്ടു, ഫയർ, ഫ്ലവേഴ്സ് ആൻഡ് ഓൾ ദാറ്റ് മേക്ക് അപ്പ് ദിസ് യൂണിവേഴ്സ്. ഈ കാര്യങ്ങളെല്ലാം ടു മേക്ക് അപ്പ് ദ യൂണിവേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് കൃത്യമായിട്ടിവിടെ കാണാൻ കഴിഞ്ഞു. അദ്ദേഹം വെൻ ഹി കമ്പോസിങ് ദ വേഴ്സ്, വെൻ ഹി കമ്പോസിങ് ദ പോയട്രി. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു വിഷനാണ് കിട്ടുന്നത് വെൻ ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ദ പോയട്രി. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മ്യൂസ്, ആ പോയറ്റിക് ഇൻസ്പിറേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോകമേ മാറി. അതാണ് കൃത്യമായിട്ട് അദ്ദേഹം ഈ സ്റ്റാൻസയിൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റാൻസയിലേക്ക് വരാം. സോ ദാറ്റ് ഈസ് ആഫ്റ്റർ റൈറ്റിംഗ് പോയട്രി ആണ്. അദ്ദേഹം പോയട്രി എഴുതിയതിന് ശേഷമുള്ളതാണ്. ആൻഡ് ഐ infinitesimal being drunk with the great starry void, likeness image of mystery, felt myself a pure part of abyss. I wheeled with stars, my heart broke lost on the wind. Okay, and an infinitesimal പറഞ്ഞാൽ minute, so a very small being drunk with. അപ്പം പോയട്രി ഈ ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ബിഫോർ റൈറ്റിംഗ് പോയട്രി, സോ റൈറ്റിംഗ് ടൈം ആൻഡ് ആഫ്റ്റർ റൈറ്റിംഗ്. 3 പീരീഡാണ്, അല്ലെങ്കിൽ 3 ഫേസസ് ആണ്. അതായത് പോയട്രി എഴുതുന്നതിന് മുമ്പ്, പോയട്രി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, പോയട്രി എഴുതിയതിന് ശേഷം. അപ്പോൾ അദ്ദേഹം പറയണം അപ്പോൾ അദ്ദേഹം ആദ്യമേ പറഞ്ഞു പോയട്രി അറൈവ്ഡ് വെൻ, അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ എന്താണ്? ഹി വാസ് നോട്ട് ഫേമസ്. പക്ഷെ പോയട്രി എഴുതി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സോ ഇത്രയും മൈന്യൂട്ടായ ഞാൻ, ഓക്കെ, ഡ്രങ്ക് വിത്ത് ഗ്രേറ്റ് സ്റ്റാറി വോയിഡ്. സ്റ്റാറി വോയിഡ് എന്താ? വാസ്റ്റ്നെസ് ഓഫ് സ്റ്റാറി സ്കൈ ആണ്. ഓക്കെ, നക്ഷത്രങ്ങൾ നിറഞ്ഞ ഈ സ്കൈ, അത് എൻ്റെ മുമ്പിൽ വിശാലമായ നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരു ഏരിയ എന്നിൽ മുന്നിൽ തുറക്കപ്പെട്ടു. സോ ദാറ്റ് ഈസ് ഐ ഡ്രങ്ക്. ദ ഇമേജ് ഓഫ് മിസ്റ്ററി. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ്? ഇമേജ് ഓഫ് മിസ്റ്ററി, തൻ്റെ മുമ്പിൽ ഒരു വിശാലമായ ലോകം തുറക്കപ്പെട്ടു. അപ്പോൾ ഹെവൻ ഓപ്പൺ ചെയ്ത് അദ്ദേഹത്തിന് കാണാൻ പറ്റിയ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു. ഈ കാര്യങ്ങളെയൊക്കെ അദ്ദേഹം തൻ്റെ പോയട്രിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ പോയട്രി എഴുതിയതിന് ശേഷം അദ്ദേഹത്തിന് വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. തൻ്റെ മുമ്പിൽ വിശാലമായ ഒരു ലോകം തുറക്കപ്പെട്ടു. സോ ദാറ്റ് ഈസ് ദ ഇമേജ് ഓഫ് മിസ്റ്ററി. ഫെൽറ്റ് മൈസെൽഫ് എ പ്യുവർ പാർട്ട് ഓഫ് അബീസ്. അബീസ് എന്താ? വെരി ഡീപ്പ് ബോട്ടം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ നമുക്ക് നോക്കിയാൽ മതി, 2 സ്റ്റേറ്റാണ് കാണിക്കുന്നത്. ഒന്ന് അപ്പ്, ഏറ്റവും മുകളിലത്തെ ഭാഗവും ഏറ്റവും ബോട്ടം പാർട്ടുമാണ്. ഈ 2 പാർട്ടിനെ കൃത്യമായിട്ട് പോയിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഏറ്റവും ഹീസ് എ മൈന്യൂട്ട് ബീയിങ് ആൻഡ് ഹീ സ്റ്റാർട്ടഡ് എൻജോയിങ് എവറിത്തിങ് ആൻഡ് ഹീ മൂവിങ് ടു അനദർ വേൾഡ്. ഫെൽറ്റ് മൈസെൽഫ് എ പ്യുവർ പാർട്ട് ഓഫ് അബേസ്. I wheeled with the stars, my heart broke loose on the wind. ഓക്കെ, അപ്പോൾ അദ്ദേഹം ആ വെരി ബോട്ടം പാർട്ടിലേക്ക് എത്തി. അതിൽ നിന്ന് അദ്ദേഹം ഐ വീൽഡ് വിത്ത്, ഹീ ഈസ് മൂവിങ് വിത്ത് സ്റ്റാർസ്, ഹീ ഈസ് ട്രാവലിംഗ് ത്രൂ വിൻഡ്സ്, മൈ ഹേർട്ട് ബ്രോക്ക് ലൂസ് ഓൺ ദ വിൻഡ്. എൻ്റെ ഹൃദയം കാറ്റിനെ പോലെ പറന്നു നടക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഇല്ലാതെയായി. അദ്ദേഹം ഒരു ഫ്രീ ബീയിങ് ആയിട്ട് ഈ ലോകത്ത് പറന്നു നടക്കുന്ന ഇതിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിട്ട് ഇതിനെ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്തു. ആഫ്റ്റർ റൈറ്റിംഗ് പോയട്രി ഹി കെയിം ടു അനദർ വേൾഡ്. ആ ലോകമെന്ന് പറയുന്നത് സങ്കടങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാത്ത പുതിയൊരു ലോകമാണ്. ആ ലോകത്തിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ 2 സ്റ്റേറ്റ്, ഏറ്റവും അപ്പ് പാർട്ടും ബോട്ടം പാർട്ടും അദ്ദേഹത്തിന് എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, നമുക്ക് നോക്കാം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. The poet considered himself a very minute and insignificant being as compared to the universe. അപ്പോൾ കമ്പയർഡ് ടു ദ യൂണിവേഴ്സ്, ഈ യൂണിവേഴ്സിലെ ഏറ്റവും മൈന്യൂട്ട് ബീയിങ് ആണ് താൻ. ഏറ്റവും മൈന്യൂട്ടായ, ഇൻസിഗ്നിഫിക്കൻ്റ് ആയ, ഒരു സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത ഒരാൾ ഞാൻ. When the poet started writing poetry, he reached another world that full of mystery and imagery. ഓക്കെ, അപ്പോൾ അദ്ദേഹം പോയട്രി എഴുതാൻ തുടങ്ങിയതിന് ശേഷം അദ്ദേഹം വേറൊരു ലോകത്ത് എത്തിപ്പെട്ടു. ആ ലോകം എന്ന് പറയുന്നത് മിസ്റ്ററിയും ഇമേജറിയും ഒക്കെ നിലനിൽക്കുന്ന ഒരു ലോകമാണ്.
He wheeled with stars. He wheeled with stars. He is moving with stars. His emotions started flying with every word of poetry that he wrote. അപ്പോൾ അദ്ദേഹത്തിന് ഇമോഷൻസ് ഈ അദ്ദേഹം എഴുതിയ ലൈൻസിലൂടെ പറന്ന് നടക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, he himself felt to be a part and parcel of everything in this universe, from boundless and starry sky to the fathomless abyss. ഓക്കെ, അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു എന്താണ്, അദ്ദേഹം പോയട്രി എഴുതിയതിന് ശേഷം അദ്ദേഹത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ലൈൻസുകൾ, ഇദ്ദേഹത്തിൻ്റെ പോയംസ് ലോകം മുഴുവൻ സഞ്ചരിച്ച് നടന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഫേസ് കിട്ടി, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം ലോകപ്രശസ്തനായ ഒരു പോയറ്റായി മാറി. അത് കൃത്യമായിട്ട് മാറുകയാണ്. അതൊരു ബൗണ്ട്ലെസ് ആണ്, ബൗണ്ട്ലെസ് സ്കൈ പോലെ അദ്ദേഹത്തിൻ്റെ വരികളെല്ലാം ലോകം മുഴുവൻ പടർന്ന് നടന്നു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം വേൾഡിലെ ഏറ്റവും ഫേമസ് ആയ പോയറ്റായി മാറി. അപ്പോൾ പോയട്രി അദ്ദേഹത്തിന് ഒരു നല്ലൊരു ഐഡൻറ്റിറ്റിയാണ് കൊടുത്തത്. സോ ഹി ബിക്കെയിം ഫേമസ്. അദ്ദേഹം പോയട്രി തന്നിലേക്ക് വരുന്ന സമയത്ത് ഹി വാസ് നോട്ട് ഫേമസ്, പക്ഷെ പോയട്രി തന്നിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം ഫേമസ് ആയി മാറി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടിഫുൾ തിങ് ഇറ്റ് ഈസ് ഹിയർ പ്രസൻറ്റിങ്. ഹിസ് ഹേർട്ട് ബ്രോക്ക് ലൂസ് ആൻഡ് സ്റ്റാർട്ടഡ് ഫ്ലൈയിങ് വിത്ത് വിൻഡ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം ലൂസായി, കാരണം there is no feelings, there is no emotion, there is no sadness. So he started flying with wind. And his feeling had no bounds. അദ്ദേഹത്തിൻ്റെ ഫീലിങ്സിന് ഒരു ബൗണ്ടറിയും ഇല്ല. And whatever he felt or experienced, he poured out of the words of the poetry. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ തോന്നുന്നോ, എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നോ, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നിന്ന് പുറത്തിട്ടതാണ് കാര്യങ്ങൾ, കവിതയിലൂടെ വന്ന കാര്യങ്ങളാണത്. അപ്പം ആ കവിതയിലൂടെ വന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് തൻ്റെ ഐഡൻറ്റിറ്റിയെ കണ്ടെത്താനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് പോയട്രി എന്ന് പറയുന്ന പോയം. 3 ഫേസസ് ആയിട്ട് ആ പോയട്രി എന്ന പോയത്തിനെ നിങ്ങൾ കാണുക, അതിനനുസരിച്ച് പഠിക്കുക. ദെൻ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, ഇതിലെ പോയട്രിക്ക് ഡിവൈസുകൾ ഞാൻ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു പോയതാണ്, അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇതിലേക്ക് വരുന്നില്ല. ലാസ്റ്റ് ജസ്റ്റ് അതിൻ്റെ ഇമേജറി മാത്രം പറഞ്ഞു വയ്ക്കുന്നു. ദ പോയറ്റിക് ഡിവൈസിൽ ഇമേജറീസ്. ഓക്കെ, ഇത്രയും ഇമേജറീസ് അതിൽ വരുന്നുണ്ട്, വിഷ്വൽ ഇമേജസ് ആയിട്ട്. ഏതൊക്കെയാണ്? വയലൻറ്റ് ഫയേഴ്സ് ഇമേജറിയാണ്, വിൻ്റർ റിവർ ഇമേജസ് ആണ്, വിങ്സ്, നൈറ്റ് സ്റ്റാർസ്, ഫ്ലവേഴ്സ്, പ്ലാന്റേഷൻ, ഹെവൻസ്, പ്ലാനറ്റ്സ്, ഇതൊക്കെ വിഷ്വൽ ഇമേജറീസ് ആണ്. ഇതിലേറ്റവും റിച്ച് വിത്ത് വിഷ്വൽ ഇമേജസ് ആണ് ഇതിലുള്ളത്. പിന്നെ ഇതിലെ പേഴ്സോണിഫിക്കേഷൻ ഏതാണ്, അലിട്രേഷൻ ഏതാണ്, കോൺട്രാസ്റ്റിംഗ് ഇമേജസ് ഏതാണ്, ഓക്കെ, ഇതൊക്കെ പിന്നെ കൊളോണിയലിസത്തിൻ്റെ ഒരു കമ്പാരിസൺ വന്നത്, ഇതൊക്കെ ഓർത്ത് വെക്കുക. ഇത് ആ പോയത്തിൻ്റെ ലൈൻസിൽ തന്നെ പറഞ്ഞു വെച്ചതാണ്. ഇത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയമാണ് നമുക്ക് ഈ ഒരു ടൈമിൽ പഠിക്കാനുള്ളതിൽ. അപ്പോൾ നമുക്കിതിൽ അപ്രിസിയേഷൻ, അതുപോലെ തന്നെ ലൈൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇത് രണ്ടും നമുക്കിതിൽ പ്രതീക്ഷിക്കാം. എനിക്ക് കൂടുതലും തോന്നുന്നത് അപ്രിസിയേഷൻ ചോദിക്കാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ആ ഏരിയ നിങ്ങൾ നല്ലതുപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കുക, തന്നിരിക്കുന്ന എക്സ്പ്ലനേഷൻ പ്രോപ്പറായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ പോയട്രി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുക, എക്സാമിന് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. 6 ചാപ്റ്ററാണ് ഇംഗ്ലീഷിൻ്റെ ഈ ഒരു ടേമിൽ പഠിക്കാനുള്ളത്. 6 ചാപ്റ്റേഴ്സും നല്ലതുപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഏതൊക്കെ ഏരിയ ആണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ഏരിയ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ, see you in the next class.